സൂഡോമോണസ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്, കൃഷിക്കാർ. ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഞങ്ങൾ വർത്തമാനം പറഞ്ഞു നിന്നപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എനിക്ക് പച്ചക്കറി കൃഷികളൊന്നുമില്ല, ഞാൻ പൂച്ചെടികളാണ് ഒരുപാട് ചെയ്യുന്നത്, ഒരുപാട് പൂച്ചെടികളുണ്ട്. അപ്പം ഞാൻ അതിന് സൂഡോമോണസ് കൊടുക്കുന്നത്. ഒരു പിടി സൂഡോമോണസ് കഞ്ഞിവെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ഏറ്റവും തെറ്റായ രീതിയാണ്. ഞാൻ അയാൾക്ക് ശരിയായ രീതി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് സൂഡോമോണസ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തവർ. അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും നല്ലൊരു മിത്രാണു വളമാണ് സൂഡോമോണസ്. പക്ഷേ അതിൻ്റെ ഉപയോഗം ശരിയല്ലാതെ വന്നാൽ കൂടുതൽ ദോഷമായിട്ട് വരും. കാരണം നമ്മൾ മറ്റൊന്നും ചെയ്യില്ല, ചെടി നന്നായിട്ട് വളരും എന്ന് വിചാരിച്ചിരിക്കും, അവസാനം ചെടി കേടുവന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അത് അറിഞ്ഞ് ശരിയായ രീതിയിൽ അത് പ്രയോഗിക്കാൻ ശ്രമിക്കണം. അത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും, പരമാവധി ജനങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. കൃഷിയിലൂടെ നമുക്ക് മുന്നേറാം. അതുമാത്രം പോരാ, നമ്മളോടൊപ്പം കേരളവും മുന്നേറണം. അതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണും. അപ്പോൾ ഇതിലേക്ക് ഒന്ന് കടക്കാം. നമുക്ക് ആദ്യം ഇത് മിത്രാണു വളമാണ്, രാസവസ്തുവല്ല. പക്ഷേ ഇത് ലങ്സിൽ അല്പം ചെന്നാൽ വലിയ പ്രശ്നങ്ങളാണ്, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്പം വയറ്റിൽ ചെന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രശ്നങ്ങളില്ല. ലങ്സിൽ ഇത് ചെല്ലാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മാസ്ക് വെച്ചിട്ടേ ഈ സൂഡോമോണസ് എടുക്കാവൂ. പിന്നെ കൈ കൊണ്ടാണ് വാരി എടുക്കുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ കൈ സോപ്പിട്ടൊന്ന് കഴുകിയാൽ മതി, അല്ലെങ്കിൽ ഗ്ലൗസ് ധരിക്കുക. പിന്നീട് അത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം മാത്രമേ ചേർക്കാവൂ. ചൂടുവെള്ളം പാടില്ല, നല്ല വെള്ളമായിരിക്കണം. ക്ലോറിൻ ചെയ്ത വെള്ളം ആയിരിക്കരുത്. അടുത്തതായിട്ട് ഇതിൻ്റെ കാര്യം പറയുന്നത്, ഇത് ഒരുപാട് മിത്രാണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാണ് ഈ പൊടി ചെയ്യുന്നത്. ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് മിത്രാണുക്കൾ. അപ്പോൾ ഈ മിത്രാണുക്കൾ വളരുന്നതനുസരിച്ച് നമ്മൾ ബാക്ടീരിയകളും കീടങ്ങളും ഒക്കെ നശിച്ചു പോകും. ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് ചെടിക്ക് നല്ല പ്രതിരോധ ശേഷി വരും. അപ്പോൾ ഒരുവിധം മുരടിപ്പോ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ എല്ലാ ചുരുണ്ടു പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ കീടങ്ങൾ, ആരോഗ്യമുള്ള നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ വരുന്നില്ലല്ലോ, അതുപോലെയാണ് ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടാൻ ഈ മിത്രാണു വളം നല്ലതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് കീടബാധകളില്ലാതെ ചെടി സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും. പിന്നെ അടുത്തതായിട്ട് സൂഡോമോണസ് തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ബയോമോണസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സൂഡോമോണസ് തന്നെയാണ്. ഇതാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്, നല്ലതാണ്. അപ്പോൾ ഇത് 6 മാസം വരെയാണ് ഈ സൂഡോമോണസിൻ്റെ എക്സ്പയറി ഡേറ്റ്. 6 മാസം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രവർത്തനം ഒന്നും ഗുണമുണ്ടാവില്ല. കാലാവധി കഴിഞ്ഞത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ അതുപോലെ ഇത് തുറന്നു വയ്ക്കുന്ന സാഹചര്യത്തിൽ 3 മാസം വരെ ഇതിൻ്റെ ഗുണം കിട്ടുള്ളൂ. നമ്മളിത് പൊട്ടിച്ച് തുറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു 3 മാസത്തേക്കാണ് ഇത് ഉപയോഗിക്കാൻ കൊള്ളാവൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ കൃഷിക്കാർ അതനുസരിച്ച് ചെറിയ പാക്കറ്റുകൾ വാങ്ങാൻ ശ്രമിക്കണം. ഒരുപാട് കാശ് കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വാങ്ങി വയ്ക്കരുത്, അത് വേസ്റ്റായിട്ട് പോകും. ചെറിയ പാക്കറ്റുകൾ വാങ്ങി ഉപയോഗിക്കുക. പാക്കറ്റിലെ എക്സ്പയറി ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ വാങ്ങിക്കാവൂ. ഇത് കീടനാശിനി അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെടികളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ 15 ദിവസം മുൻപും 15 ദിവസം ശേഷവും കീടനാശിനികൾ ആ ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മൾ ഇന്ന് ഒരു ചെടിക്ക് കീടനാശിനി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 15 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ ആ ചെടിക്ക് നമുക്ക് സൂഡോമോണസ് അടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ സൂഡോമോണസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് വേറെ കെമിക്കൽ എന്തെങ്കിലും ചെടിക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 30 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ശരിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതറിയാതെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം.
ഒരു വളവും കൊടുത്തില്ലെങ്കിൽ മണ്ണിലെ മൂലകങ്ങൾ മാത്രം വലിച്ചെടുത്ത് ചെടി വളരും. സൂഡോമോണസും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. സ്പ്രേ ചെയ്യണം സൂഡോമോണസ്, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും ചെയ്യാം. ഇലകളിലെ അടിയിലും മുകളിലൊക്കെ സ്പ്രേ ചെയ്യുക. ഇത് വൈകിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 5 മണി 6 മണിക്ക് ഇടയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിലരൊക്കെ വിത്തുകൾ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി ഈ സൂഡോമോണസിൽ മുക്കി വയ്ക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴമ്പ് രൂപത്തിലാണ് ചെയ്യേണ്ടത്. കുഴമ്പ് രൂപത്തിൽ കുഴമ്പാക്കി എടുത്തിട്ട് അതിലേക്ക് വിത്തുകൾ മുക്കി ഉണക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ വിത്തുകളൊക്കെ ഈ ചാണകം കുഴമ്പാക്കിയിട്ട് അതിൽ തേച്ച് വെച്ചിട്ട് ഉണക്കുക ചെയ്യുന്നത്. അതായത് ഇതുപോലെ, ഇത് വെണ്ടയാണ്, വെണ്ടയുടെ വിത്താണ്. ഇതെല്ലാം ചാണകത്തിൽ മുക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിന് ഉണങ്ങിയ വെണ്ട വിത്ത്. ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ വിത്തുകൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്. വല്ല സൂഡോമോണസിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം ചെയ്യാം. അതുകൊണ്ടാണ് ഈ വിവരം പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.